നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തിന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പ്രശ്നം സൃഷ്ടിച്ചെന്ന് തെളിയിക്കുന്ന തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അദ്ദേഹം കയർത്ത് സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തുവന്നിരിക്കുന്നത്. കമ്മീഷണറെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുകയാണ്. പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പനമ്പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറഞ്ഞ് കമ്മീഷണർ കയർക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കുടമാറ്റത്തിനായി കൊണ്ടുവന്ന കുടകൾ കമ്മീഷണർ തടയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് കുടകൾ കൊണ്ടുവന്നപ്പോഴാണ് തടഞ്ഞത്. കുടമാറ്റം നടക്കുന്നിടത്ത് സ്ഥലമില്ലെന്ന കാരണമാണ് ഇത് തടയാൻ കാരണമായി അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഇവരെ അകത്തേക്ക് വിട്ടു. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികൾക്ക് നേരെ ലാത്തി ചാർജ് നടത്തിയും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചതിലുള്ള വിമർശനം ഇതുവരെ നിലച്ചിട്ടില്ല. സിറ്റി പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ പൂരപ്രേമികളുടെ വിമർശനം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതിവഴിയിൽ ഉപേക്ഷിച്ച് പൂരം നിർത്തിവെക്കാൻ തിരുവമ്പാടി ദേവസ്വം നിർബന്ധിതരായി. ഇതിലെ പ്രതിഷേധവും വളരെ ശക്തമാണ്. മാത്രമല്ല, തൃശൂർ പൂരം അവസാനിച്ചതിനു പിന്നാലെ വിവാദ പൂരങ്ങൾക്ക് കൊടിയേറിയിരുന്നു. വെടിക്കെട്ട് വൈകിയത് വേദനിപ്പിച്ചെന്നും ശബരിമല പോലെ ഒരു ഓപ്പറേഷനാണോ തൃശൂരിൽ നടന്നതെന്ന് സംശയിക്കുന്നുവെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. വോട്ട് നേടാൻ ഉണ്ടാക്കിയ തിരക്കഥയാണോ ഇതെന്ന് സംശയമുണ്ട് എന്നും ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് അവർ തന്നെ പരിഹാരം ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്നും മുതലെടുക്കാൻ ശ്രമിച്ചത് LDFും UDFും ആണെന്നും സുരേഷ് ഗോപി ആരോപിച്ചിരുന്നു. കുടമാറ്റം വരെ ഭംഗിയായി നടന്ന തൃശൂർ പൂരം രാത്രിയാണ് പോലീസിന്റെ ധിക്കാരപരമായ സമീപനത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നത്. പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നത് രാവിലെ 7 മണിയോടെയാണ്. സാധാരണ വെടിക്കെട്ടിനുണ്ടാകേണ്ട യാതൊരു പൊലിമയും ഉണ്ടായില്ല എന്ന് K മുരളീധരൻ ആരോപിച്ചിരുന്നു. ഇവരുടെ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ സിറ്റി കമ്മീഷണർക്കെതിരെ തെളിവുകൾ, അതായത് ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം ആഭ്യന്തര വകുപ്പിന് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് നൽകിയെന്നാണ് സൂചന. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാകാം കമ്മീഷണർക്കെതിരെ നടപടി സ്വീകരിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുള്ള മറ്റൊരു കാര്യം തൃശൂരുമായും പൂരവുമായും ബന്ധമുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പൂരം ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് അന്വേഷിക്കണമെന്നാണ്. കമ്മീഷണറുടെ കർക്കശ നിലപാട് പോലീസ് സമൂഹത്തെ ആകെ ബാധിച്ചു. പൂരത്തിന് ഏറെ വിയർപ്പൊഴുക്കിയ പോലീസുകാരും പഴികൾ കേൾക്കേണ്ടി വന്നു. പൂരം ദിവസം നടത്തിയ ലാത്തി ചാർജ് അകാരണമായിരുന്നു. അത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്കിത് അശോകൻ കഴിഞ്ഞ വർഷത്തെ പൂരത്തിനിടെയും വടക്കുന്നാഥ ക്ഷേത്രാങ്കണത്തിൽ ലാത്തി ചാർജ് നടത്തിയ കാര്യവും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.